ഇക്കാക്ക ഞാൻ നിമ്മാക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. നാളെ കഴിഞ്ഞ് മറ്റന്ന പെരുന്നാളല്ലേ. ഇത്താത്താക്കും കുട്ടികൾക്കും ഒന്നും ഡ്രസ്സ് എടുത്തു കൊടുത്തിട്ടില്ല പറഞ്ഞ്. ഈ ഗൾഫിലാ പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു ജോഡി ഡ്രസ്സ് അവർക്ക് എടുത്തു കൊടുക്കാൻ എന്നോട് പറ്റില്ലേ? ഞാൻ എടുത്തു കൊടുക്കണോ? ഉള്ളൊക്കെ അല്ലേ ഞാൻ കഴിഞ്ഞ ആഴ്ച ലോണിനും വീട്ടിലെ ചെലവിനൊക്കെ ആയിട്ട് അയച്ചത്. ഞാൻ നോക്കട്ടെ. നോക്കിയാ പോരാ, ഈ എങ്ങനെയാലും അവർക്ക് പൈസ അയച്ചു കൊടുക്കണം. ഒരു പെരുന്നാളായിട്ട് പുതിയ ഡ്രസ്സൊന്നും ഇടാണ്ട് നടക്കുക എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു ഇടങ്ങറാ. എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കട്ടെ. ഓക്കെ, എന്നാ ശരി. എന്താ അത്യാവശ്യം എമർജൻസി എന്തെങ്കിലും ഉണ്ടോ എനിക്ക് നാട്ടില്? എമർജൻസി ഒന്നും ഇല്ലടാ. കുട്ടികൾക്ക് ഡ്രസ്സൊന്നും എടുത്തു കൊടുത്തിട്ടില്ല. കയ്യിലാണെയുള്ള പൈസ കഴിയും ചെയ്തു. ലോണും പിന്നെ വീട്ടിലെ ചിലവൊക്കെ അല്ലേ, അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. എന്തെങ്കിലും എടുത്തു കൊടുക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. നീ ഇപ്പം എവിടെ ഉള്ളതിടാ? എടാ ഞാൻ കഫ്തീരിയയിലാണ്, ഡ്യൂട്ടി കഴിഞ്ഞിട്ടില്ല. ഓക്കെടാ, അന്ന് ഞാൻ അടുത്തേക്ക് ഇപ്പോൾ വരാം. ഈ അക്കൗണ്ട് നമ്പർ ഉണ്ടായി കേട്ടോ. ആ ഓക്കെടാ. ഈ പെരുന്നാളിന് ഡ്രസ്സൊക്കെ എടുത്തോ? എനിക്ക് എന്തിൻ്റെ കേടാ, ഞാൻ ഡ്രസ്സ് എടുത്തിട്ടൊന്നുമില്ല. ഈ പെരുന്നാൾക്ക് ലീവില്ലാത്തക്ക് ഡ്രസ്സ് എടുത്തിട്ട് എന്താ കാര്യം? പുലർച്ചെ ഡ്യൂട്ടിക്ക് പോകണു, രാത്രി കയറി വരുന്നു, ആ കുറച്ച് സമയം കടന്നു. പിന്നെ ആകെ നാട്ടിൽ പോകുമ്പോഴല്ലേ ലീവുള്ളൂ. അപ്പം എന്തെങ്കിലും ഡ്രസ്സ് എടുക്കാന്നല്ലാണ്ട് ഇപ്പം ഡ്രസ്സൊന്നും വേണ്ടടാ. പക്ഷെ കുറച്ചൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കണ്ടേ? അതൊക്കെ ശരി തന്നെയാണ്. ഇപ്പം കുട്ടികൾക്ക് ഓരോ കുട്ടികൾ ഡ്രസ്സ് എടുത്തു. എനിക്ക് അറിയാതെ അറിഞ്ഞിട്ടും കുറേ പൈസ തരാണ്ട് ഒക്കെ എൻ്റെ കണക്കിന്. ഈ മാസം ശമ്പളം കിട്ടുമ്പോൾ എന്തായാലും തരാം. അതൊന്നും കുഴപ്പമില്ലടാ, പൈസ നാട്ടിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചോ. ഇതെന്താടാ? അത് എനിക്കൊരു ഷർട്ട് ഞാൻ എടുത്തതാടാ. എന്തിനാണ് ഇതൊക്കെ? എടാ, കുടുംബത്തിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഇരുന്ന് കഷ്ടപ്പെടുമ്പോൾ കുറച്ചൊക്കെ നമ്മുടെ സന്തോഷം നോക്കണ്ടേ? നീ ഈ ഷർട്ട് ഇട്ട് നാളെ പള്ളിയിലൊക്കെ ഒന്ന് പോയിട്ട് ഉഷാറായിരിക്കും. ഓക്കെ, ഞാൻ പോട്ടെ. ഹാപ്പി ഈദ് മുബാറക്. ഒരു രാത്രിയിൽ തനിയെ കിടന്നു മിഴിവാർക്കവേ ഒരു നേർത്ത തെന്നലലിവോടെ വന്നു നെറുകിൽ തലോടി മാഞ്ഞു നെറുകിൽ തലോ